ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെച്ച തമിഴ്നാട് ഗവർണറെ അതിരൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി. ഗവർണർ ഭരണം വേണ്ടെന്ന് താക്കീത്. അനിശ്ചിതകാലം ബില്ലിൽ ഒപ്പിടാതിരിക്കുന്നത് നിയമവിരുദ്ധം. സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്നും കോടതി. കെ രാധാകൃഷ്ണൻ ഇ.ഡി. ഓഫീസിൽ ഹാജരായി. ചോദ്യം ചെയ്യൽ കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ. പാർട്ടി അക്കൗണ്ടുകളും ഇടപാടുകളും ചോദിച്ചറിയാൻ ഇ.ഡി. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യും. 22-ാം തീയതി ഹാജരാവാൻ ഇ.ഡി. നോട്ടീസ് നൽകി. തീരുമാനം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിലെ മറുപടികളും രേഖകളും ഒത്തുനോക്കിയ ശേഷം. ഇന്നലെ ചോദ്യം ചെയ്തത് 6 മണിക്കൂർ. ആരോഗ്യ കേരളത്തെ വെല്ലുവിളിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി. വീട്ടുപ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവം. വീടുകളിൽ പ്രസവിക്കുന്നവരുടെ എണ്ണമേറുന്നു. 5 വർഷത്തിനിടെ മലപ്പുറത്ത് മാത്രം വീട്ടിൽ പ്രസവിച്ചത് 1337 പേർ. വീട്ടിലെ പ്രസവത്തിനിടെ രക്തം വാർന്നു മരിച്ച അസ്മയുടെ ഭർത്താവ് അറസ്റ്റിൽ. നരഹത്യ, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ ചുമത്തി. ആംബുലൻസ് വിളിച്ചത് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഡ്രൈവറുടെ മൊഴി. വെള്ളാപ്പള്ളി നടേശനെതിരെ ഇ.ടി. മുഹമ്മദ് ബഷീർ. നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം. പ്രതികരണം വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസ്താവനയിൽ. കേസെടുത്തില്ലെങ്കിൽ ഇനിയും ആവർത്തിക്കുമെന്നും ഇ.ടി.